ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മൊബൈൽ സംബന്ധമായ ടിപ്സുകളോ ട്രിക്സുകളോ ആപ്ലിക്കേഷനുകളോ ഒന്നും തന്നെയല്ല. ചെറിയ ചെറിയ യൂട്യൂബർമാർക്കുള്ള ചെറിയൊരു ടിപ്സാണ്. കാരണം ഒരുപാട് ചെറിയ യൂട്യൂബർമാർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരെല്ലാം തന്നെ ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിക്കാറുമുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരം ഞാൻ അപ്പോൾ തന്നെ അവർക്ക് റീപ്ലൈ നൽകുന്നുണ്ട്. എന്നാൽ അതുവഴി റീപ്ലൈ നൽകാൻ സാധിക്കാത്ത കുറച്ച് സംശയങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും അതുപോലെ തന്നെ ടെക്നോളജി വീഡിയോസുകളുമാണ് ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബർമാർ ചെറിയ യൂട്യൂബർമാർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വ്യൂസും സബ്സ്ക്രൈബ്സും ഇല്ല എന്നുള്ളത്. അപ്പോൾ വ്യൂസും സബ്സ്ക്രൈബ്സും വളരെ വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോടുമായിട്ട് ഞാൻ പറയുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായും ഉപകാരപ്രദമാകുമെന്നുള്ളതാണ്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് കൂടുതൽ കിട്ടിയാൽ മാത്രമേ സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടുകയുള്ളൂ. അതിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന വ്യൂസ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി ആദ്യമൊക്കെ നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും 1, 2, 3 വീഡിയോസുകളൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരിക്കലും വ്യൂസ് കിട്ടുകയില്ല. കൂടി പറഞ്ഞാൽ 2, 3, 5, 10 ഒക്കെ അങ്ങനെയൊക്കെ ഒരു 500 സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു വ്യക്തിക്ക് പോലും ചിലപ്പോൾ കിട്ടുന്നാൽ ചിലപ്പോൾ 8, 9, 10 സബ്സ്ക്രൈബ്സ് വ്യൂസ് മാത്രമേ ഒരു വീഡിയോസ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇട്ട വീഡിയോസുകൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ക്ലിക്കായി പോകും എന്നുള്ളതാണ്. കാരണം എപ്പോഴാണ് ക്ലിക്കാവുന്നത് എന്ന് പറയാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് 2 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞ് ചിലപ്പോൾ ആ വീഡിയോ വളരെയേറെ വൈറലായി പോയിട്ട് നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വളരെയേറെ സബ്സ്ക്രൈബ്സും വ്യൂസും കിട്ടി നമ്മുടെ ചാനൽ വളരെ ഉന്നതങ്ങളിലെത്തുവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൺസിസ്റ്റായിട്ട് ഡെയിലി ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ ഇടുക. ആഴ്ചയിൽ 2 വീഡിയോ ആണെങ്കിൽ ആഴ്ചയിൽ 2 വീഡിയോ. അതായത് നിങ്ങൾ കൺസിസ്റ്റായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വ്യൂസ് സബ്സ്ക്രൈബ്സ് കിട്ടുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കൺസിസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോസ് ഇടുക. തീർച്ചയായിട്ടും ഒരു ഉപകാരപ്രദമാകും. അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും വീഡിയോസ് കയറി ക്ലിക്കാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ നല്ല കണ്ടൻറ്റുകൾ ഇട്ടാൽ മാത്രമേ നമുക്ക് വീഡിയോസുകൾക്ക് റീച്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടൻറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ പോലും നമ്മൾ ആരും ഇടാത്തൊരു കണ്ടൻറ്റാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നെങ്കിൽ പോലും ചിലപ്പോൾ വ്യൂസ് കിട്ടുകയില്ല എന്നുള്ളതാണ്. കാരണമെന്ന് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബ്സ് ഇല്ല. അത് കാരണം തന്നെ ഒരുപാട് ആളുകളിലേക്ക് എത്തുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് സെർച്ച് ലിസ്റ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ സെർച്ച് ലിസ്റ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സെർച്ച് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ദിവസം നമ്മൾ വീഡിയോസ് ഇടുന്ന ദിവസം എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അന്ന് നടക്കുന്ന കാര്യം, അതായത് പ്രസൻ്റായിട്ട് അന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അന്ന് കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നാളെയോ മറ്റന്നാളോ നടക്കാനിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോസുകൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ വീഡിയോസുകൾ ചെയ്യരുത്. അതായത് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സുകൾ ഒരിക്കലും ഇതിന് മുന്നാടി നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും വീഡിയോസ് ചെയ്യരുത്. ചിലപ്പോൾ ക്ലിക്കാവുകയില്ല. നിങ്ങൾ പ്രസൻ്റായിട്ട് ഇന്ന് നടക്കാനിരിക്കുന്നതും നാളെ നടക്കാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വീഡിയോസ് ഇട്ട് നോക്കൂ. തീർച്ചയായിട്ടും വ്യൂസ് ഉണ്ടാകും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ പുതിയ കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കും. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇന്ന് നടക്കാനിരിക്കുന്നതും അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതും നാളെ നടക്കാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ളത്. അത്തരം കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമെന്ന് പറയുന്നത് ഡെയിലി ഹണ്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, തമിഴ് അങ്ങനെ ഏത് ലാംഗ്വേജിലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് കണ്ടൻറ്റുകൾ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസുകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ആ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് മ്യൂസിക്കിനെ സംബന്ധിച്ചുള്ളതും അതുപോലെ പല കാറ്റഗറികൾ അതിലുണ്ട്. മ്യൂസിക്, നമ്മുടെ ഓട്ടോമൊബൈൽസ്, അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമൊബൈൽസ്, നമ്മൾ ടെക്നോളജീസ്, അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള നമ്മളൊരു വീഡിയോ നിങ്ങൾ ഏത് കണ്ടൻറ്റുള്ള വീഡിയോസാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ഫിലിംസ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണ്ടൻറ്റുകളും നിങ്ങൾക്ക് അവിടെ കാണാൻ അത്തരം കണ്ടൻറ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അന്നെന്നുള്ളതും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനെക്കുറിച്ച് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
നല്ല നല്ല കണ്ടൻറ്റുകൾ കിട്ടും, വീഡിയോസുകൾ നല്ല നല്ല രീതിയിൽ തന്നെ അപ്ലോഡ് ആവും, വ്യൂസ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ തമ്പനെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വീഡിയോസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസ് വരുന്ന ഫ്രണ്ടിലായിട്ട് ഒരു പിക്ചർ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. തമ്പനെയിൽ എന്നാണ് പറയുന്നത്. ആ തമ്പനെയിൽ സെറ്റ് ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു തമ്പനെയിൽ നോക്കിയായിരിക്കും ഒരാൾ നമ്മുടെ വീഡിയോസുകൾ കാണുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ്, എത്ര നല്ല വീഡിയോസുകൾ നമ്മൾ ഇട്ടാലും തമ്പനെയിൽ നല്ലതല്ല എന്നുണ്ടെങ്കിൽ ആരും അതിൽ ക്ലിക്ക് ചെയ്യുകയില്ല എന്നുള്ളതാണ്. തമ്പനെയിലെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അതിൽ പറഞ്ഞിട്ട് കാര്യങ്ങൾ തമ്പനെയിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടവർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ വീഡിയോയ്ക്കകത്ത് എന്താണുള്ളത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തമ്പനെയിൽ പെർഫെക്റ്റ് ആയിരിക്കണം. അത് വളരെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് തമ്പനെയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ ടാഗ്, ഡിസ്ക്രിപ്ഷൻ, നിങ്ങൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അതും നല്ലതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ടാഗുകൾ നല്ല രീതിയിൽ തന്നെ ടാഗുകൾ കൊടുക്കുക. വലിച്ചു നീട്ടി നീളമുള്ള ടാഗുകൾ കൊടുക്കാതെ ചെറിയ ചെറിയ ടാഗുകൾ, കീവേഡ്സുകൾ നിങ്ങൾ ടാഗുകൾ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബ്സ് കിട്ടും, ചാനൽ കയറി ക്ലിക്കാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സുമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീപ്ലൈ നൽകുന്നതായിരിക്കും. റീപ്ലൈ അതിൻ്റെ താഴെ നൽകാൻ സാധിക്കുന്നില്ലെന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ